അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചെന്ന് പറയുമ്പം ചെറിയൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സിയിലിട്ടൊന്ന് അടിക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവെക്കുക. അതിനുശേഷം നമ്മുടെ പാനൊക്കെ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ ഇതിങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയൊക്കെ ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരും. ഇതിപ്പോൾ ഞാൻ മുട്ട ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ട് കൊടുത്തിട്ട് അതിന് മേലായിട്ട് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ വിതറാം കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ വിതറി കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാൻ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഇത് കോരി ഒഴിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ വെപ്രാളം പിടിച്ച് പെട്ടെന്ന് കോരി ഒഴിച്ചു. അങ്ങനെ തായിട്ട് നമ്മുടെ ദോശ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തിയായിട്ടും ദോശ വേണ്ടവർക്ക് ദോശയായിട്ടും കൊടുക്കാനൊക്കെ കൊണ്ടുള്ള ഒരു എളുപ്പ വഴിയിലുള്ളൊരു ടിപ്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാറും ഒരു കട്ടനൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല അസാധ്യ ടേസ്റ്റ് ആട്ടോ. അപ്പം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എല്ലാം അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കുറുക്ക് വഴി ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ സി യു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം.